പവൻ ഗോൾ തിരൂർ. ഇനി വിശദമായ വാർത്തകളിലേക്ക്. 12-കാരിയെ ബലാത്സംഗം ചെയ്ത 57-കാരന് 45 വർഷം കഠിന തടവ്. താനാളൂർ സ്വദേശി മുഹമ്മദ് ഹനീഫയെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതി 30,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. കഴിഞ്ഞ മെയിൽ അറസ്റ്റിലായ പ്രതി വിചാരണ തടവുകാരനായി കഴിയവെയാണ് കോടതി വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. താനാളൂർ പട്ടരപ്പറമ്പ് മമ്മിക്കാനകത്ത് മുഹമ്മദ് ഹനീഫയെയാണ് വീട്ടിലെത്തിയ 12-കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷിച്ചത്. പ്രതിക്കെതിരെ 45 വർഷം കഠിന തടവും 30,000 രൂപ പിഴയും വിധിച്ചു. തിരൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവ്യറാണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് 45 വർഷത്തെ കഠിന തടവ്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവും അനുഭവിക്കണം. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം 25,000 രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയോടും നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷം താനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷാവിധി. കഴിഞ്ഞ വർഷം മേയിൽ അറസ്റ്റിലായ പ്രതി ജയിലിൽ വിചാരണ തടവുകാരനായി തുടരവെയാണ് കോടതി വിചാരണ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത്. കസ്റ്റഡിയിലിരിക്കെ തന്നെ വിചാരണ നടത്തണമെന്ന പോലീസിന്റെ അപേക്ഷ പ്രകാരം നടപടികൾ വേഗത്തിലാക്കി ശിക്ഷ വിധിക്കുകയായിരുന്നു. താനൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന ജീവൻ ജോർജ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഹാജരായി. പ്രോസിക്യൂഷൻ 12 സാക്ഷികളെ വിസ്തരിക്കുകയും 13 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു.